നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു ടോപ്പിക്കിനെ പറ്റി തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ തന്നെ സംസാര വിഷയങ്ങൾ സൃഷ്ടിച്ച താരം തന്നെയാണ് രേണു സുധി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത ഒരു ഫാമിലിയെ കുറിച്ച് തന്നെയാണ് രേണു സുധി. ഈ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് സിമ്പതി തോന്നും, ചിലർക്ക് ദേഷ്യം വരും, ചിലർക്ക് വലിയ രൂപത്തിലുള്ള പ്രചോദനം തന്നെയായിരിക്കും, ചിലർക്ക് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് മലയാളം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത ഒരു വ്യക്തിയെ പറ്റിയാണ് രേണു സുധി തന്നെയാണ്. കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് നടന്നത് കിച്ചു സുധി വീഡിയോ വൈറലാകുന്നു. അതിന്റെ വലിയ രൂപത്തിലുള്ള കാര്യങ്ങൾ, അതിന്റെ പിന്നാലെ നടക്കുന്ന കാര്യങ്ങൾ, ക്യാൻസറിനെ പറ്റിയുള്ള വാർത്തകൾ, രേണുവിന്റെ തുറന്നു പറച്ചിൽ, ഇതിന്റെ തിരിച്ചടി, ഇതൊക്കെ വലിയ രൂപത്തിൽ തന്നെ സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. കമന്റ്സിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ രേണുവിന്റെ സൈഡാണോ കിച്ചുവിന്റെ സൈഡാണോ നിൽക്കുന്നത് എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. അതായത് കൊല്ലം സുധി കേരളത്തിലെ ഏറ്റവും വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റിൽ ഒരാൾ തന്നെയായിരുന്നു. സ്റ്റാർ മാജിക് കോമഡി ഫെസ്റ്റിവലിലെ വിജയി തന്നെയാണ്. 40-ലധികം മലയാളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ജെന്യൂനായി ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു എന്റർടൈനർ തന്നെയാണ്. 2023 ജൂൺ 5 ഒരു റോഡ് ആക്സിഡന്റിൽ കൊല്ലം സുധി അന്തരിച്ചു. 39 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃശ്ശൂരിലെ ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നു മരണത്തിന് കാരണം. കേരളത്തിലെ ആ ദിവസം എല്ലാവരും വലിയ രൂപത്തിൽ ഞെട്ടൽ തന്നെയായിരുന്നു. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി, അദ്ദേഹത്തിന്റെ മരണശേഷം രേണു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി. റീൽസും ഫോട്ടോസും മ്യൂസിക് ആൽബവും ചെറിയൊരു കാലഘട്ടത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലെ പേഴ്സണാലിറ്റിയായി വലിയ രൂപത്തിൽ വളരാൻ രേണു സുധിയെ കൊണ്ട് സാധിച്ചു എന്ന് സത്യം തന്നെയാണ്. ഇതുതന്നെയായിരുന്നു വലിയ രൂപത്തിലുള്ള പ്രശ്നവും മാറ്റിയെടുത്തത്. തുടക്കകാലത്ത് ഇതിന്റെ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചിട്ട് ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് ജീവിക്കാൻ പാടുണ്ടോ? ഇതായിരുന്നു ഓൺലൈനിൽ ഭൂരിഭാഗം വരുന്ന ആളുകളുടെ ചോദ്യം തന്നെ. രേണുവിന്റെ ആൻസർ സിമ്പിൾ ആയിരുന്നു, ഞാൻ ജീവിക്കും എന്റെ ഇഷ്ടത്തിന്. ബിഗ് ബോസ് മലയാളം 7 രേണു എൻ്റർ ചെയ്തത് ലേറ്റ് ഹസ്ബൻഡ്, അതായത് ഭർത്താവ് മരണപ്പെട്ടതിന്റെ ട്രോള് എന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെയാണ്. ആ മൊമെന്റ് കേരളം ഒട്ടാകെ വലിയ രൂപത്തിൽ വൈറലായി. ആ രാത്രിയിൽ അവർ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുകയും ചെയ്തു. If we pretend to be someone else, maybe we can manage for 2 weeks, but eventually our real character will show. ഇങ്ങനെയായിരുന്നു പുറത്തുവിട്ടത്. അതായത് നമ്മൾ ഒരാളായി അഭിനയിച്ച് ജീവിക്കാൻ നോക്കിയാൽ ഒരുപാട് കാലം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. 1-2 ആഴ്ച മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. പിന്നീട് അവരുടെ യഥാർത്ഥമായ ക്യാരക്ടർ എന്താണെന്ന് പുറത്തു വരും. ഇത് തന്നെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് വെളിപ്പെടുത്തിയ കാര്യം. 2026 മാർച്ചിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാവുകയായിരുന്നു. കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി ആദ്യമായി തന്നെ കാര്യങ്ങൾ തുറന്നു പറയാൻ രംഗത്ത് വന്നു. കിച്ചുവിന്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ചെറുപ്പം മുതൽ നെഗ്ലിറ്റും ഒറ്റപ്പെടലും ഒരുപാട് താൻ അനുഭവിച്ചിട്ടുണ്ട് എന്നും, താനൊരു ഇൻട്രോവേർട്ട് ആണ് എന്നും, തനിക്ക് സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നും, അച്ഛൻ മരിച്ചതിന് ശേഷം വലിയ രൂപത്തിലുള്ള ഒറ്റപ്പെടലാണ് താൻ അനുഭവിക്കുന്നത് എന്നും കിച്ചു തുറന്നു പറഞ്ഞു. ഒരു ചെറിയൊരു പീരീഡിൽ വലിയ രൂപത്തിലുള്ള അഡിക്ഷനും തനിക്ക് ഉണ്ടായിരുന്നു. രേണു സുധിയുമായി ഒരു വലിയ രൂപത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ഇല്ല എന്നും കിച്ചു ആ വീഡിയോയിലൂടെ തുറന്നു പറയുകയായിരുന്നു. ഈ വീഡിയോ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ചർച്ചയായി. ഉടനെ വലിയ രൂപത്തിലുള്ള സൈബർ അറ്റാക്കും രേണു സുധിയുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കമന്റുകളുമായി നിറഞ്ഞൊഴുകി. ട്രോൾസ്, ഹെയ്റ്റ്, കമന്റ്സ്, അബ്യൂസ് വലിയ രൂപത്തിലാണ് പിന്നീട് കാര്യങ്ങൾ പോയത്. കിച്ചുവിന്റെ വേദന ജെന്യൂൻ ആണ് എന്നും, ആ ഒരു വേദന മനസ്സിലാക്കേണ്ടത് രേണു സുധിയാണ് എന്നും, ഈ ചെറിയൊരു പ്രായത്തിൽ കിച്ചുവിനെ ഒറ്റപ്പെടുത്തിയതിന്റെ കാരണങ്ങൾ കാണിച്ച എല്ലാം തന്നെയാണ് വലിയ രൂപത്തിലുള്ള സൈബർ അറ്റാക്ക് രേണു സുധി നേരിട്ടത്. ഇതൊരു വാലിഡായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരു ഓൺലൈൻ മൊബൈൽ ഒരു സ്ത്രീയെ എത്രമാത്രം ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചു എന്നത് ഇതിന്റെ വേറൊരു ചാപ്റ്റർ തന്നെയാണ്. സൈബർ അറ്റാക്കിന്റെ ഇന്റൻസിറ്റി രേണുവിന് ഹാൻഡിൽ ചെയ്യാൻ ഇമ്പോസിബിളായ ഒരു കാര്യമായി വന്നു. രേണു ഇമോഷണലി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി.
അതിൽ അവർ പൊട്ടിക്കരഞ്ഞ് പറയുകയായിരുന്നു, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇനി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, സമ്മർദ്ദം താങ്ങാനാവുന്നില്ല, ഇങ്ങനെ തുടങ്ങിയാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. രേണുസുതി ആളുകൾക്ക് കോണ്ടന്റ് ആയിരുന്നു. ചിലർക്ക് ഇതിൽ നിന്ന് തന്നെ പൈസ ഒരുപാട് കിട്ടി. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് ശേഷവും ആളുകൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യും. ഇതെനിക്കറിയാം. ഇത് വായിക്കുമ്പോൾ ഒരു സെക്കൻഡ് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ ഒരു ഹസ്ബൻഡിനെ ആക്സിഡന്റിൽ കളഞ്ഞ് ഒറ്റയ്ക്ക് 2 മക്കളെ വളർത്തിയെടുക്കുന്നു. ഓൺലൈൻ ജോലി ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് സൂയിസൈഡും കാര്യങ്ങളെല്ലാം പറ്റി സംസാരിക്കുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് അവരെ പുഷ് ചെയ്യുന്നു. എന്റർടൈൻമെന്റും കണ്ടന്റും. രേണുവിന്റെ റെസ്പോൺസ് കിച്ചുവിന് ഒരു സെന്റൻസിലായിരുന്നു. കിച്ചുവിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സുധിച്ചേട്ടൻ എനിക്ക് തന്നിട്ട് പോയത് കടങ്ങളും 2 മക്കളെയും മാത്രമാണ്. ഒരു സ്വത്തും ഉണ്ടായിരുന്നില്ല. കിച്ചുവിന് 22 വയസ്സുള്ള വളർന്ന ഒരു കുട്ടിയാണ്. അവനെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ബൈ പറയും, ശല്യം ചെയ്യില്ല. ഇതായിരുന്നു രേണുസുതിയുടെ മറുപടി പുറത്തു വന്നത്. 2026 മെയ്യിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത സ്പ്രെഡ് ആവാൻ തുടങ്ങി. രേണുസുതിക്ക് ബ്രസ്റ്റ് ക്യാൻസർ കൺഫേം ആയിരുന്നു എന്ന്. ദുബായിൽ വെച്ചാണ് ഇതിനെ പറ്റിയുള്ള ഡയഗ്നോസ് ചെയ്തത്. ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. ഇത് റൂമറാണോ ഫാക്റ്റ് ആണോ ആരും കൺഫേം ചെയ്യാത്ത ഒരു വലിയ രൂപത്തിൽ കാട്ടുതീ പോലെ വളർന്ന ഒരു വലിയൊരു വാർത്തയായി മാറി. ഒരു ഇന്റർവ്യൂവിൽ രേണു ഇവനോട് ഡയറക്റ്റായി ചോദിച്ചു, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ? രേണുവിന്റെ വലിയ രൂപത്തിലുള്ള മറുപടിയായിരുന്നു, 30 വയസ്സ് കഴിഞ്ഞ ഓരോ സ്ത്രീയും റെഗുലർലി ബ്രസ്റ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, ഞാനും ചെയ്യും. ഇതൊരു ഹെൽത്തി ഹാബിറ്റ് തന്നെയാണ്. ആ ഒരു ചെക്കപ്പിന്റെ ബേസിസിലാണോ ക്യാൻസർ സ്പ്രെഡ് ആയി വരുന്നത് എന്ന് വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങി. ഒരു ക്യാൻസർ പോലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം ആരുടെ ആണെങ്കിലും ആ ഒരു പേഴ്സന്റെ പെർമിഷൻ ഇല്ലാതെ ആരും പബ്ലിക്ലി റിവീൽ ചെയ്യരുത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇത് ലീക്ക് ആയതാണെങ്കിൽ ഇതൊരു വലിയൊരു ചതി തന്നെയാണ്. ഒരു പനി വന്ന രോഗിയുടെ ഇൻഫോർമേഷനും ഭർത്താവിനോട് പോലും ഡോക്ടറുടെ പെർമിഷൻ ഇല്ലാതെ ഷെയർ ചെയ്യരുത് എന്നത് തന്നെയാണ്. ഇതൊരു ബേസിക്കൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എത്തിക്സ് തന്നെയാണ്. പക്ഷെ രേണു പറഞ്ഞ ഏറ്റവും പവർഫുൾ ആയ കാര്യം, ഇനി അഥവാ എനിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ഈ ക്യാൻസർ ഇതിനേക്കാൾ വലുതൊന്നും അല്ല, ദിവസവും എനിക്ക് കീറി മുറിക്കുന്ന ഈ ആളുകൾ ഒരുപാട് വേറെയുമുണ്ട്. ആർക്കും ക്യാൻസർ വരുത്തരുത്, ഇതാണ് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാറുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ക്ലിയർലി ഡിവൈഡായാണ് പോകുന്നത്. ഒരു സൈഡ് രേണുവിന്റെ ലൈഫ് സ്റ്റൈലും ചോയ്സസിനെയും കിച്ചുവിനെയും വേദനയും ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ഇങ്ങനെ പബ്ലിക് ലൈഫിൽ ഇറങ്ങിയാൽ കറക്റ്റായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഒരു ഭാഗം ആളുകൾ പറയുന്നു. മറുവശത്ത് രേണുവിന്റെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് ഒറ്റയ്ക്ക് ജീവിതം ബിൽഡ് ചെയ്തു പോകുന്ന ഇതിൽ തെറ്റൊന്നുമില്ല. കിച്ചുവിന്റെ വേദന സത്യം തന്നെയാണ്. പക്ഷെ ഒരു സൈബർ മൊബൈലിൽ റീനുവിനെ ടാർഗറ്റ് ചെയ്യാൻ എക്സ്ക്യൂസുകൾ ആക്കൽ വലിയ രൂപത്തിലുള്ള തെറ്റ് തന്നെയാണ്. ഒരു വുമണിന്റെ ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവ് തന്നെയാണ്. ഭർത്താവില്ലാതെ ഒരു ജീവിതമാണ് രേണുസുതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇപ്പോഴും ഇവർ തമ്മിലുള്ള ഒരുപാട് വഴക്കുകളും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു സമയത്ത് ആ കിച്ചു രേണുസുതിയെ കുറ്റം പറയുന്നു, രേണുസുതി കിച്ചുയെ കുറ്റം പറയുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഒരു അവസാനം വരുമോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. എന്നാൽ രണ്ടുപേർക്കും സോഷ്യൽ മീഡിയയിൽ വലിയൊരു കണ്ടന്റ് തന്നെയാണ്. ഈ കഥയിൽ വില്ലനും ഹീറോയും സിമ്പിളായി ഡിഫൈൻ ചെയ്യാവുന്നത് എളുപ്പമല്ല. ജീവിതം കോംപ്ലക്സ് തന്നെയാണ്. ആളുകൾ ഇതിൽ കണ്ടന്റായി മാറുന്നു എന്നത് തന്നെയാണ് കാര്യം. നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.